ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്റർ പഠിക്കാം. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. മാറിയെന്ന് പറഞ്ഞാൽ ആശയങ്ങളൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1ാമത്തെ ചാപ്റ്റർ പഠിക്കാം. 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വിളയിക്കാം നൂറുമേനി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കുട്ടി ഒരു മാവിൻ്റെ തൈ വെക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയ മാവുണ്ട്, അതിൽ നിറയെ മാമ്പഴമുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറയാണ്, ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും നിറയെ മാങ്ങകൾ ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ മാവ് പറയാണ്, കാത്തിരിക്കണം, ഒരു 8-10 വർഷം കഴിയുമ്പോൾ നിൻ്റെ മാവിൻ തൈയും വലുതായി നിറയെ മാങ്ങകൾ ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളാണെങ്കിലും ഒരു മാവിൻ തൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൈ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫലം കിട്ടില്ല, കുറച്ച് ടൈം എടുക്കും. ഒരു മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്തിട്ടാണ് അതിന്മേൽ കായ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു മാവ് ഏകദേശം ഒരു 8-10 വർഷമൊക്കെ ആകുമ്പോഴാണ് മാവാകുമ്പോൾ അത് പൂക്കുക. പെട്ടെന്ന് കായ്ക്കണ മാവുകളും ഇപ്പം ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും പൊതുവെ പറയുമ്പോൾ മാവാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഒരു മാവിൻ തൈ നട്ട് വളർത്തുമ്പോൾ നിങ്ങൾ എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും പ്രതീക്ഷിക്കുക? നമ്മൾ കൂടുതൽ മാങ്ങ കിട്ടണം, അതിന്മേൽ ഉണ്ടാവണം, പെട്ടെന്ന് മാങ്ങ ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ കുട്ടികൾ ഓരോരുത്തർ അഭിപ്രായം പറയുന്നുണ്ട്. ധാരാളം മാങ്ങ ഉണ്ടാകണം, വേഗം കായ്ക്കണം, അതുപോലെ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് അവർ വിചാരിക്കുന്നത്. വേഗം ഫലം ഉണ്ടാവണം, നല്ല വിളവ് കിട്ടണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? അവിടെ 3 പോയിന്റിൽ ഇട്ടിട്ട് 1 കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 നമ്മളോട് കണ്ടെത്താൻ പറയുന്നുണ്ട്. എന്താണ് അവർ കൊടുത്തിട്ടുള്ളത്? നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. ശരിയാണല്ലേ? നമ്മളൊരു വെക്കുമ്പോൾ നല്ല വിത്ത് നന്നായിരിക്കണം. പിന്നെ എന്തൊക്കെയാണ്? നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത്. അതുപോലെ ഓരോ വിളക്കും അനുയോജ്യമായ കാലാവസ്ഥയിലായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൃത്യമായ പരിചരണം കിട്ടണം. ഓരോ കൃഷിക്കും ആവശ്യമായ വെള്ളവും വളവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടണ്ടേ, പരിചരണം വേണം. അതുപോലെ കീടനിയന്ത്രണം, എന്തെങ്കിലുമൊക്കെ കേട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ ഇതാക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ച വിളവ് കിട്ടുള്ളൂ. അപ്പോൾ 1ാമത്തെ പോയിന്റ് പറഞ്ഞത് നല്ല വിത്തുകളാണ്. അപ്പോൾ ഈ വിത്ത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരു ഫലത്തിൽ നിന്നാണ്. ഈ ഫലം ഇവിടെ ഉണ്ടാവുന്നത് ചെടിയിലാണ്. അപ്പോൾ നമ്മൾ വിത്ത് നന്നാവണമെങ്കിൽ ആ ഫലവും നന്നായിരിക്കണം, ചെടിയും നന്നായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണം എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പരിഗണിക്കണം? ചെടിയും പരിഗണിക്കണം, ഫലവും പരിഗണിക്കണം, അങ്ങനെയാണ്. അപ്പോൾ നല്ല ചെടിയായിരിക്കണം, നല്ല ഫലവുമായിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നെക്സ്റ്റ് പേജിൽ 2 ചെടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയിൽ നല്ല 2ലും കായുണ്ട്. അപ്പോൾ ചെടി 1, ചെടി 2, ഇതിൽ നിന്ന് ഏതെന്നായിരിക്കും നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുക? 1ാമത്തെ ചെടിയിൽ നിന്നായിരിക്കും അല്ലേ? കാരണം എന്താണ്? അതിൽ കൂടുതൽ കായ്ഫലം ഉണ്ട്, കായ്ഫലം കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ മാത്രമല്ല, ഫലം നോക്കുകയാണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ആദ്യം തന്നെ ഉണ്ടായ ഫലം വിത്തിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തോ, അതോ അവസാനം ഉണ്ടായത് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല അല്ലേ? ഒരു മധ്യ കാലഘട്ടത്തിലുണ്ടായ മൂപ്പെത്തിയ ഫലമായിരിക്കണം നമ്മൾ വിത്തിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ എക്സാമ്പിൾ വെണ്ട പയർ അങ്ങനത്തെ ഒക്കെ ചെടികളാണെങ്കിൽ, ഒരു ചെടിയുടെ വിത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വിത്തുകൾ നോക്കണം അല്ലേ? അതിൻ്റെ ആകൃതിക്കോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ പുറംതോടിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിത്ത് സെലക്ട് ചെയ്യേണ്ടതിൻ്റെ. അപ്പോൾ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ചെടി എങ്ങനെയുള്ളതായിരിക്കണം? അപ്പോൾ ഞാൻ പറയുന്നതനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുത്തോളൂ. കായ്ഫലം കുറവുള്ളത് പറ്റുമോ? ഇല്ല, അപ്പോൾ അതിന് ടിക്ക് ചെയ്യേണ്ട. കായ്ഫലം കൂടുതലുള്ളത് എന്നുള്ള ബോക്സിൽ ടിക്ക് ചെയ്യുക. ആരോഗ്യമുള്ള ചെടി എന്നുള്ള ബോക്സിന് ടിക്ക് ചെയ്യുക. രോഗബാധയുള്ളത് പറ്റുമോ? ഇല്ല. വളർച്ച മുരടിച്ചത് പറ്റുമോ? ഇല്ല. പിന്നെ വിത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ആദ്യകാലത്തുണ്ടായത് പറ്റുമോ? ഇല്ല. ഒരു മധ്യ കാലഘട്ടത്തുണ്ടായ ഫലമായിരിക്കണം, അതുപോലെ മൂപ്പെത്തിയതായിരിക്കണം. പിന്നെ വിത്ത് എങ്ങനെയുള്ളതായിരിക്കണം? സ്വാഭാവിക ആകൃതിയുള്ളത്, ശരിയാണല്ലേ? അതിന് ടിക്ക് ചെയ്യുക. പിന്നെ സ്വാഭാവിക ഭാരം, അതിന് ടിക്ക് ചെയ്യുക. പിന്നെ സ്വാഭാവിക വലിപ്പം, അതിനൊക്കെ ടിക്ക് ചെയ്യുക. കേടുള്ളതോ, പുറന്തോടിന് കേടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ, ഭാരക്കുറവെന്നുള്ളതൊന്നും പറ്റില്ല. അപ്പോൾ നല്ല വിളവ് കിട്ടണമെങ്കിൽ നല്ല വിത്ത് തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ നമുക്കറിയാം, വിത്ത് മുളച്ചിട്ട് മാത്രമല്ല സസ്യങ്ങൾ ഉണ്ടാവുന്നത്.
സസ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നട്ടാലും നമുക്ക് എന്ത് ചെയ്യും സസ്യങ്ങൾ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കറിവേപ്പ് എങ്ങനെ നമുക്കറിയാം വേരാണ് അല്ലേ. അതായത് കറിവേപ്പിൻ്റെ ചോട്ടിലാണ് ഒരുപാട് തൈകൾ കാണാം. അത് വേര് ഇതായിട്ടാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ഇഞ്ചി ആണെങ്കിൽ നമ്മൾ കാണ്ഡം നട്ടിട്ടാണ്, ഭൂകാണ്ഡം. അതുപോലെ ഇലമുളച്ചിയാണെങ്കിൽ ഇല ഇതായിട്ടാണ് വരുന്നത്, ഉണ്ടായിട്ടാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത്. അതുപോലെ കുരുമുളകാണെങ്കിൽ സ്റ്റെമ്മാണ് അല്ലെങ്കിൽ തണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കായിക പ്രജനനം. അതായത് ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, പൂകാണ്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ കായിക പ്രജനനം എന്ന് പറയുന്നത്. മറ്റേ വിത്ത് മുളച്ചുണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ അടിയിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കായിക പ്രജനനത്തിന് എക്സാമ്പിൾ. അതായത് നമ്മൾ വേര് എന്ന് കൊടുത്തിട്ടുണ്ട്. വേരിന് ഏതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ശീമപ്ലാവ്. അതുപോലെ നമുക്ക് വേറെ എന്താ പറയാം? കറിവേപ്പ് പറയാം, ചന്ദനം പറയാം, ആഞ്ഞിലിയൊക്കെ പറയാം. പിന്നെ കാണ്ഡം എന്നുള്ളതിന് മുരിങ്ങ, അതുപോലെ എല്ലാം പറയാം. കാണ്ഡം ഫലത്തിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ പറയാം. പാവയ്ക്ക, ഒരുപാടുണ്ട്, മത്തൻ, അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഇലയാണെങ്കിൽ ഇലമുളച്ചി, നിശാഗന്ധി, അങ്ങനെ ഒരുപാട് പറയാം. പിന്നെ ഭൂകാണ്ഡം പറയുമ്പോൾ കാച്ചില്, മറ്റേ ചേന, ഈ ഇഞ്ചി, മഞ്ഞൾ ഒക്കെ പറ്റും. പിന്നെ ലൈംഗിക പ്രത്യുൽപാദനം നമുക്കറിയാം, വിത്ത് മുളപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ടതെല്ലാം ലൈംഗിക പ്രത്യുൽപാദന എക്സാമ്പിളാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ചില സസ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയും അതുപോലെ കായിക പ്രജനനം വഴിയും എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ശീമക്കൊന്ന. അതുപോലെ മുരിങ്ങൊക്കെ ഇപ്പം നമുക്കറിയാൻ പറ്റും. മുരിങ്ങൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള വിത്തും ഇതാക്കിയിട്ടും പറ്റും. അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു കമ്പ് കുത്തിയാലും എന്ത് ചെയ്യും? പുതിയ സസ്യം ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം.